Good afternoon. Good afternoon, Mister. Good afternoon, ma'am. Good afternoon. Okay. അനുഗ്രഹിക്കുക കോമലിനെ Mute ആവോ എല്ലാവരും? നിത മ്യൂട്ട് ആവോടാ. ഞാൻ പറയണ ക്ലിയർ ആയിട്ട് കേൾക്കില്ല, അതുകൊണ്ട് മ്യൂട്ട് ആവാൻ പറഞ്ഞേട്ടാ. ഓക്കെ. അപ്പൊ എന്റെ പേര് അപർണ എന്നാണ്. മിക്കവർക്കും എന്നെ അറിയാൻ പറ്റും. ഫോർത്തിലും ഫിഫ്ത്തിലൊക്കെ ഉള്ള കുട്ടികൾക്ക് എന്നെ അറിയാൻ പറ്റും. പക്ഷെ ഫസ്റ്റും തേർഡ് ബാച്ചിലുള്ള കുട്ടികൾക്ക് എന്നെ പരിചയം ഉണ്ടാവില്ല. എന്റെ പേര് അപർണ എന്നാണ്. ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ പി.ജി സെഷനില് 5th മൊഡ്യൂൾ ഞാനാണ് എടുക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അപ്പം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിന്റെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്തിരി നാളായെന്ന് അറിയാം. പക്ഷെ ഞാൻ ലേറ്റ് ആയിട്ടാ വന്നത്. കാരണം ക്ലാസ് പോരുന്നത് നൈറ്റ് ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്തത്. ഇപ്പൊ ഡേ ടൈമിലേക്ക് ആക്കിയപ്പോ എനിക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആ ക്ലാസ്സിലേക്ക് വന്നത്. ഓക്കെ. ഇതിലിപ്പോ എനിക്ക് എന്നെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് മിസ്സേ മായ. ഞാനുണ്ട് മാം. ഞാനുണ്ട് ma'am. എനിക്ക് തോന്നുന്നു 5th ഉം 4th ലെയും കുട്ടികളാണ്. ഓക്കെ. നമ്മള് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി ആൻഡ് സ്കൂൾ പാർട്ണർഷിപ്പ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ. നമ്മൾ പ്രെയർ സ്റ്റാർട്ട് ചെയ്യാറില്ലേ? പ്രെയർ പറയാറില്ലേ നിങ്ങൾ പി.ജിയില്? ഉണ്ട് മാം. ഓക്കെ. ഇന്നാരോ പ്രെയർ പറയുന്നേ? ഞാൻ ചെയ്യാം മാം. ഓക്കെ ടാ. Walking with the Lord, we are walking in the morning. Lift up your heads, you are walking with God. Singing to the Lord, we are singing in the sunshine. Lift up your head, for you are singing to the Lord. Hand in hand with everyone, we are walking. Black and white and brown together, walking. Singing new songs, now living new lives, building new bridges, walking distance mile, walking with the Lord. We are walking in the morning. Lift up your head, you are walking with God. Thank you, ma'am, and thank you all. താങ്ക് യു. സൈൻ ഇൻ പറയാറുണ്ടോ? സൈൻ ഇൻ ആൻഡ് തോട്ട് ഓഫ് ദി ഡേ എന്തെങ്കിലും പറയാറുണ്ടോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്? നൈറ്റൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം പറയാറുണ്ട്. കഴിഞ്ഞ ദിവസമല്ലേ ക്ലാസ് തുടങ്ങിയത്. അപ്പം കുഴപ്പമില്ല. നിങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ സൈൻ ഇനും തോട്ട് ഓഫ് ദി ഡേ ഒക്കെ പറഞ്ഞാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ സൈൻ ഇൻ ഒക്കെ പറഞ്ഞിട്ടായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ പോലെ തന്നെ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. ബാക്കി കുട്ടികള് പരിചയമില്ല എന്ന് വിചാരിച്ച് സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഡൗട്ട് ചോദിക്കാതിരിക്കൊന്നും വേണ്ട. നിങ്ങൾ സംശയം എന്തെങ്കിലും തോന്നുകയാണല്ലോ, ഞാനിപ്പോ പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക, ക്ലിയർ ആക്കി തന്നെ പോവാൻ നോക്കുക. പിന്നെ ഇവരെനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ്. ഇപ്പൊ മായ പിങ്കിയൊക്കെ അത്യാവശ്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാച്ചാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എല്ലാം നല്ല പരിചയമുണ്ട്. അപ്പൊ അവർ സംസാരിക്കണമെന്നേ ഉള്ളൂ. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ തോന്നണ്ട. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക, നമുക്ക് ക്ലിയർ ചെയ്ത് പോവാട്ടോ. ഓക്കെ. നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഞാൻ പറഞ്ഞ പോലെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി ആൻഡ് സ്കൂൾ പാർട്ണർഷിപ്പ് ആണ്. നമ്മളൊരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള 2 ഫാക്ടേഴ്സ് ആണ് അവരുടെ ഫാമിലിയും അവരുടെ സ്കൂളും, അല്ലെ? നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ല പ്രോപ്പർ ഗൈഡ് ലൈൻസ് കിട്ടുന്ന ഒരു സ്കൂളിൽ നിന്നാണ് ആ ഒരു കുട്ടി എന്ത് ചെയ്ത് വരുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നെങ്കിൽ അവൻ നല്ലൊരു ബെറ്റർ ക്യാരക്ടർ, നല്ലൊരു ബെറ്റർ ചൈൽഡ് ആയിട്ടായിരിക്കും നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നത്. നല്ലൊരു കുട്ടീനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഫാമിലിന്റെയും അതേപോലെ തന്നെ സ്കൂളിന്റെ പാർട്ണർഷിപ്പ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നമുക്ക് എന്താ പറയാ, ഇവർ രണ്ടുപേരും ഒരേപോലെ തന്നെ എന്താണ് അല്ല ഓരോ നല്ല കോർഡിനേഷനോട് കൂടി പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ബെറ്റർ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ബെറ്റർ ഇൻഡിവിജ്വൽസിനെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇന്നത്തെ സമൂഹത്തിൽ അത് ഇല്ലാത്തതും ഇത് തന്നെയാണ്. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആണ് ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലാത്തത്. എന്താണ് അത് പറയാനായിട്ടുള്ള ഒരു അവസരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന എന്താ പറയാ ഒത്തിരി പ്രശ്നങ്ങള്
ഇതിപ്പോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു പാർട്ണർഷിപ്പ് ഫാമിലിയുടെ ഭാഗത്തുനിന്നും സ്കൂളിന്റെ ഭാഗത്തുനിന്നും ഒരു നല്ല പാർട്ണർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ തന്നെ ചെറിയ കുട്ടികൾ 10th പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇത്ര വയലൻസോട് കൂടി പെരുമാറാനായിട്ടുള്ള കാരണം അവർക്ക് ഈ കിട്ടുന്ന ഫാമിലിയിൽ നിന്നുള്ള ഓവർ സപ്പോർട്ട് ഒക്കെ കൊണ്ട് തന്നെയാണ് അല്ലെ? നമ്മൾ ന്യൂസിലൊക്കെ ഒത്തിരി കാണുന്നതല്ലേ ഇപ്പോ? ഒരുപാട് ഇൻസിഡൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ഈ കഴിഞ്ഞ ദിവസം തന്നെ 10th എക്സാം കഴിയാണ്. എക്സാം കഴിഞ്ഞപ്പോ ഞങ്ങളുടെയൊക്കെ അടുത്തുള്ള സ്കൂളുകളിൽ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. അത് കുറച്ച് ദൂരത്തിൽ തന്നെ 2-3 സ്കൂളുകൾ അടുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലായിടത്തും പോലീസിന്റെ കാവലായിരുന്നു. അപ്പോ എന്താന്ന് ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ കുട്ടികൾ പറയാണ് ഇപ്പോഴത്തെ പുതിയ ഒരു ഫാഷൻ ആണെന്ന്. നമ്മളിങ്ങനെ സെൻഡ് ഓഫ് ഒക്കെ കൊടുക്കുമ്പോൾ ആരെങ്കിലും ഒരാളെ ഉപദ്രവിക്കുന്നത് ഇപ്പോഴത്തെ പുതിയൊരു ഫാഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇന്നത്തെ തലമുറയ്ക്ക് എന്താ പറ്റിയിരിക്കുന്നത്. അപ്പോ നമുക്ക് ആ ഒരു ജനറേഷൻ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി വരാം അവരുടെ ജനറേഷൻ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. ഒരുപാട് ചില ആൾക്കാരൊക്കെ ഒരുപാട് ഡ്രഗ്സ് യൂസ് ചെയ്ത് അവർക്ക് ഭാവിയിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ബെറ്റർ ഭാവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഇനി വാർത്തെടുക്കാനുള്ളത് നമ്മൾ ഓരോ മോണ്ടിസോറി ടീച്ചേഴ്സിനും വാർത്തെടുക്കേണ്ടത് നല്ല ബെറ്റർ ആയിട്ടുള്ള കുട്ടികളെയാണ്, നല്ല സ്റ്റുഡൻസിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അത് നമ്മൾ ടീച്ചേഴ്സ് മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. നമുക്ക് ആരുടെ സപ്പോർട്ടും കൂടി വേണം, ഫാമിലി മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിന്റെ സപ്പോർട്ടും കൂടി വേണം. പാരന്റ്സും ടീച്ചേഴ്സും കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജനറേഷനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ മാക്സിമം നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ എന്തൊക്കെയാണ് തെറ്റ് ഇതൊക്കെയാണ് ശരി എന്ന് പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്ത് തന്നെ വളർത്തുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ ഒരിക്കലും എന്തിലേക്ക് പോകില്ല, തെറ്റിലേക്ക് പോകില്ല. തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാക്കുകയും അവരത് തെറ്റാണ് നമ്മൾ പഠിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മുടെ യൂണിറ്റിന്റെ പേര് പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി ആൻഡ് സ്കൂൾ പാർട്ണർഷിപ്പ് ആണ്. നോക്കട്ടെ 1 മിനിറ്റ്. വാട്ട് ആർ ഫാമിലി ആൻഡ് സ്കൂൾ പാർട്ണർഷിപ്പ്? എന്താണ് ഫാമിലി ആൻഡ് സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? Family and school partnership are cooperative relationship and activity required school staff, parents and other family members of the student at school. നമ്മള് ഈ ടീച്ചേഴ്സിന്റെയും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഫാമിലിയുടെയും ഒരു എന്താ പറയാ ഒരു കോപ്പറേഷൻ ആണ്, ഒരു ഒത്തൊരുമയോട് കൂടി അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ അവരും പാരന്റ്സും ടീച്ചേഴ്സും സ്കൂൾ സ്റ്റാഫും എല്ലാവരും കൂടി നല്ലൊരു ഒത്തൊരുമയോട് കൂടി പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ബെറ്റർ ജനറേഷനെ വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. Effectiveness of partnership are based on mutual trust and respect. നമുക്കൊരു മ്യൂച്വൽ ട്രസ്റ്റും അതേപോലെ തന്നെ റെസ്പെക്റ്റും വേണം. നമ്മള് പാരന്റ്സ് കുട്ടികളെ കൊണ്ടുവന്ന് തരുന്നത് എന്തുകൊണ്ടാണ്? അവര് നമ്മള് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൊഫഷൻ ഏറ്റവും കൂടുതൽ ഏതൊരു പ്രൊഫഷനേക്കാളും റെസ്പെക്ട് കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചർ എന്നുള്ള പ്രൊഫഷൻ. നിങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലോടൊന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന കോഴ്സ് ചെയ്യാണ്, ടീച്ച് ചെയ്യാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നിനക്കൊരു റെസ്പെക്ട് കിട്ടും. ആ ടീച്ചറാണോ, മോള് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതേന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക റെസ്പെക്ട് ആണ്. എല്ലാവരും നമ്മളോടൊരു ഭയങ്കര റെസ്പെക്ട് കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം നമ്മളാണ് എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആൻഡ് ഷെയർ ദ ലയബിലിറ്റി ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻസ്. കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ ലയബിലിറ്റിയും ഷെയർ ചെയ്യണം. ആര്? ടീച്ചർ മാത്രമല്ല. ടീച്ചർ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടുന്ന് പഠിപ്പിച്ച് വിടുന്നുള്ളൂ. അത് നമ്മൾ കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ആ ഒരു ഉത്തരവാദിത്വമാണ് ടീച്ചറിനെ പോലെ തന്നെ പാരന്റ്സിന്റെ ഉത്തരവാദിത്വമാണ്. യങ് പീപ്പിൾസ് അറ്റ് സ്കൂൾ, അവര് സ്കൂളിൽ എങ്ങനെയാണ് ആ ഒരു ലയബിലിറ്റിയും കൂടി ഷെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഫാമിലിക്കും ടീച്ചർക്കുണ്ട്. ഇപ്പൊ ഒരു കുട്ടി മോശമായി വളർന്നു വന്നു കഴിഞ്ഞാല് അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഗൈഡ് ലൈൻസ് കൊടുക്കാത്തതുകൊണ്ടാണ്. ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നാവട്ടെ അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്നാവട്ടെ ഫാമിലിയുടെ ഭാഗത്തുനിന്നും പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും അവർ മോശം രീതിയിൽ അല്ലെങ്കിൽ മോശം ക്യാരക്ടറിലേക്ക് പോകുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭാവി തലമുറയെ എന്ത് ചെയ്യാൻ പറ്റും? വാർത്തെടുക്കാനായിട്ട് പറ്റും. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യണം വൈ ആർ ഫാമിലി ആൻഡ് സ്കൂൾ പാർട്ണർഷിപ്പ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഫാമിലിയും സ്കൂൾ പാർട്ണർഷിപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം? ഓക്കെ,
അതിന് മുമ്പ് ഞാനൊരു കഥ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിലില്ലേ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചു അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ ടീച്ചർമാർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടീച്ചർമാരെ ചോദ്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ പാരന്റ്സ് ആരെങ്കിലും വരും? ഇല്ല പക്ഷെ ഇന്നത്തെ കുട്ടികളെ ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മളെങ്ങാനും ഒരു മാർക്ക് കുറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദ്യം ചെയ്യാനായിട്ട് പാരന്റ്സ് വരൂലേ? ഇല്ലേ? അപ്പൊ മനസ്സിലാക്കണം അവിടെ ഫാമിലിയും സ്കൂൾ പാർട്ണർഷിപ്പും മോശമാണ്. അവർ തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയാണ് മോശമാണ് എന്ന് മനസ്സിലാക്കണം. കാരണം എന്താണ്, നമ്മുടെ ഫാമിലിയും സ്കൂളും ഓരോ പോലെ തന്നെ കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഓരോ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ബെറ്റർ ജനറേഷനെ വാർത്തെടുക്കാനായിട്ട് പറ്റും. ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് അടിക്കാം, അത് ഓക്കെയാണ്. പക്ഷെ എന്റെ പോളിസിയിൽ ഞാൻ കുട്ടികളെ തല്ലില്ല കേട്ടോ. എനിക്ക് തല്ലണത് അത്ര ഇഷ്ടമല്ല. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് തെറ്റ് തിരുത്താൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ ഫോളോ ചെയ്യുന്ന എന്റെ പ്രിൻസിപ്പിള്. കുട്ടികളെ തല്ലി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കൂല എന്നുള്ളൊരു ചിന്താഗതി എന്തെങ്കിലും വന്നത്. ഓക്കെ, മാക്സിമം നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുത്ത് നോക്കാം. ഫാമിലി ആർ ദ ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ഓഫ് ദർ ചിൽഡ്രൻസ്. അപ്പൊ ഫാമിലി ആണ് ഫസ്റ്റ് എഡ്യൂക്കേറ്റർ. അവർ ലാംഗ്വേജ് പഠിക്കുന്നത്, അവര് എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യണമെന്ന് പഠിക്കുന്നത്, നല്ല ലാംഗ്വേജ്, അതേപോലെ എല്ലാ കാര്യങ്ങളും അവർ ഫസ്റ്റ് പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലി നിന്നാണ്, അല്ലെ? And they continue to impact their children's learning and improving during the school years and long afterward. അപ്പൊ ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ഫങ്ഷൻ ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ചൈൽഡിന്റെ ലേണിംഗ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് കുട്ടിയുടെ സ്കൂൾ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? ഫാമിലിക്കാണ്. School have an important responsibility in helping to nurture and teach the future generation, and family trust to school to provide educational foundation for their children's future. അപ്പോൾ നമ്മള് സ്കൂളുകൾക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റണേ? നമുക്ക് നല്ലൊരു ബെറ്റർ ഫ്യൂച്ചർ ജനറേഷനെ നല്ല രീതിയിൽ ടീച്ച് ചെയ്തെടുക്കാം. അപ്പോ നല്ല എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക ഡെവലപ്മെന്റ്സ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സ്കൂളുകളാണ്. അപ്പൊ ഫാമിലി സ്കൂളുകളെ ട്രസ്റ്റ് ചെയ്യാണ്, വിശ്വസിച്ചാണ് നമ്മളെ കുട്ടികളെ എവിടേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ അടുത്തേക്കും ഈ ഫാമിലി അത്രയും വിശ്വാസത്തോടു കൂടിയാണ് ടീച്ചേഴ്സിന്റെ അടുത്തേക്കും കുട്ടികളെ ഏൽപ്പിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, അവർ നല്ല എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നല്ല എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. At the same time, school needs to identify the primary role of the family in education. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ എന്ത് കാര്യം കൂടി ഐഡന്റിഫൈ ചെയ്യാം? ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഫാമിലീസിന് അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞങ്ങളോട് പഠിപ്പിക്കുന്നത് മാത്രമല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, കുട്ടികളെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണം. വീക്ക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക, വീക്കാണ്, ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് ഇവന് എന്ന് അവരോട് പറയാം. അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആണെങ്കിൽ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഏതൊരു സ്ഥാപനത്തിന്റെയും ബെറ്റർ അല്ലെങ്കിൽ ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫേസിനാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. This is why it is important for families and school to work together in partnership. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാമിലീസും സ്കൂൾസും ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്ത് നല്ല പാർട്ട്ണർഷിപ്പോടുകൂടി വർക്ക് ചെയ്താലേ നമുക്ക് ബെറ്റർ ചിൽഡ്രൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് പല ഏജിലുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും. സോ നമ്മൾ അവരെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാനായിട്ട് നോക്കാം, നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊടുക്കാം. പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഉണ്ടാവുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവരെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യാം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും വായിക്കോ? ഞാനിപ്പോ റീഡ് ചെയ്തിട്ട് പറ്റുന്നില്ല. ആരെങ്കിലും ഒരാൾ വായിക്കോ? ഞാൻ വായിക്കും. ഓക്കെ, ഹരിത വായിച്ചോടാ. Research demonstrates that effective schools have high levels of parental and community involvement. This involvement is strongly related to upgraded student learning, attendance, and behavior. Family involvement can have a major brunt on student learning, regardless of the social or cultural background of the family. Family involvement in schools is therefore central to high quality education
and is part of the core business of schools. ഓക്കെ എടാ. അപ്പോ നമ്മൾ റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത് എന്താന്ന് പറയുന്നത്, ഒരു എഫക്റ്റീവ് ആയിട്ടൊരു സ്കൂൾ നല്ലൊരു എന്താണ് പാരന്റൽ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്സ് നമ്മള് സ്കൂളായിട്ട് ബിൽഡ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ പാരന്റ്സ് എപ്പോഴും സ്കൂളായിട്ട് കോണ്ടാക്ട് നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം എന്തൊരു കാര്യത്തിൽ, ടീച്ചിങ്ങിന്റെ കാര്യത്തിലാവട്ടെ, അറ്റൻഡൻസിന്റെ കാര്യത്തിലാവട്ടെ, ബിഹേവിയർ ക്യാരക്ടറിലാവട്ടെ, നമുക്ക് ഏതൊരു കാര്യത്തിലും പാരന്റ്സ് ആയിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്കൂളായിട്ട് ഒരു കോണ്ടാക്ട് ഉള്ളത് നല്ലതായിരിക്കും. കാരണം കുട്ടി ലീവാണ്, ആബ്സെന്റ് ആണ്, ആ ഒരു കാര്യം നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഇൻഫോം ചെയ്യുക. ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ സ്കൂളിലോട്ടോ ഇൻഫോം ചെയ്യുക. ഇന്നത് കാരണം കൊണ്ടാണ് അവൻ ലീവ്, അല്ലെങ്കിൽ ഇന്നൊരു റീസൺ ഉള്ളതുകൊണ്ടാണ്, അത് വയ്യാത്തതുകൊണ്ടാണ് ലീവ്. അപ്പം നമുക്ക് അവരായിട്ടൊരു നല്ലൊരു റിലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന്റെ ലേണിംഗ് പ്രോസസ്സിൽ അവരുടെ ഒരു ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ നമ്മൾ വിചാരിക്കുക എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഉറപ്പാണ് അതെ. എന്നാൽ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് ഫാമിലി. Family involvement in school is therefore central to high quality education, is a part of core area of school. നമ്മളുടെ സ്കൂളുകളിൽ നമ്മുടെ ഫാമിലിയുടെ പങ്കാളിത്തം എന്ന് പറഞ്ഞിട്ടില്ല, ഒരു നല്ലൊരു ഹൈ ക്വാളിറ്റി നിലവാരം അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മിക്ക സ്കൂളുകളിലും ഫാമിലി ഇൻവോൾവ്മെന്റ് കുറച്ചും കൂടി കൂടുതലാണ് അല്ലെ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ അടുത്തുള്ള മിക്ക സ്കൂളുകളിലും ഇപ്പോ ആനുവൽ ഡേ ആണെന്ന് വിചാരിക്കും. ആനുവൽ ഡേ ആണെങ്കിൽ പാരന്റ്സ് എല്ലാവരും സെയിം ഡ്രസ് കോഡ്. അതേപോലെ ഇന്ന് കണ്ടൊരു ന്യൂസ് ആണ് കേട്ടോ, കെ ജി സെഷന്റെ ഇതായിരുന്നു ഗ്രാജുവേഷൻ സെറമണി. നമ്മളെയൊക്കെ പോലെ തന്നെ കെ.ജി. സെഷന്റെ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണി. സോ ഡാൻസ്, അമ്മമാര് കുട്ടികളുടെ ഒപ്പം ഡാൻസ് ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് നല്ലൊരു പാർട്ണർഷിപ്പാണ്. കാരണം അവര് ടീച്ചേഴ്സും ഉണ്ട്, ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സും. അതേപോലെ തന്നെ എല്ലാ അമ്മമാരും ഒരുമിച്ചൊക്കെ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ ഇടുന്നു. അപ്പൊ അത് എനിക്ക് മനസ്സിലായത് എന്താണ്, നല്ലൊരു പാർട്ണർഷിപ്പ്, ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആ കുട്ടികളായിട്ട് ആർക്കുണ്ട്, ആ സ്കൂളിനുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി, നല്ലൊരു ഹാപ്പിനെസ് ആണ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ കണ്ടൊരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളൂ. അതേപോലെ ആനുവൽ ഡേ ഒക്കെ ഉണ്ടാവും. ആനുവൽ ഡേ ഒക്കെ വരുമ്പോ നമ്മള് പാരന്റ്സ് എല്ലാവരും രണ്ടുപേരും. അതേപോലെ നമ്മൾ എന്താണ് PT മീറ്റിംഗ് അല്ലെങ്കിൽ മീറ്റിംഗ് ഒക്കെ വയ്ക്കും. മാക്സിമം നമ്മൾ പാരന്റ്സ് എന്ത് ചെയ്യാൻ നോക്കുക, അച്ഛനും അമ്മയും വരാനായിട്ട് നിർബന്ധിക്കാം. നമുക്ക് ഇപ്പൊ നമ്മളായാലും അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് വേണം കുട്ടികളുടെ പാരന്റ്സ് മീറ്റിങ്ങിന് പോകാനായിട്ട്. എന്ത് കുറ്റമുണ്ട്, എന്ത് കുറവുണ്ടെങ്കിലും നമ്മൾ അത് തന്നെ എന്തായാലും പ്രശ്നമില്ലാതെ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ കേൾക്കാം. ഒരു മടിയും കാണിക്കേണ്ട. നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ട് അവരുടെ ബെറ്റർ ഭാവിക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് ഒരു 1.5 hour അല്ലെങ്കിൽ 2 hours നമുക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും എല്ലാ പാരന്റ്സും സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ എന്താണ് അങ്ങനെ പോകുമ്പോ ചില അവർക്കും ഒരു ഇത് തോന്നും, ഇവർക്ക് മക്കളോട് അത്യാവശ്യം സ്നേഹമുള്ളവരാണ്, അല്ലെങ്കിൽ അത്ര കെയർ ആയിട്ട് നോക്കുന്നതാണ്. മക്കൾക്കായാലും നമ്മളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും. അതേപോലെ ചില സ്കൂളുകളിൽ മദേഴ്സ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യും. അന്ന് അവിടുത്തെ എല്ലാ കുട്ടികളുടെ അമ്മമാരൊക്കെ വരും, ഒരു ഫംഗ്ഷൻ പോലെ കണ്ടക്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, okay. The aim of the family and school partnership framework ആരാ വായിക്കുന്നേ? ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്യോ അത്? മാം വായിക്കാം. വായിച്ചോടാ. The aim of the family school partnership framework is to encourage sustainable and effective partnerships between all members of the school community, including teachers, families, and students. These partnerships should view each partner as making equally valuable contributions while respecting different contributions, respect students' needs and preference, address barriers to involvement in schools by families, in particular indigenous families, and actively help previously indifferent families to become involved, create better programs, opportunities, and learning for students, give families suitable opportunities to contribute to school decision making and governance, and contribute to professional satisfaction for principals and teachers.
മതിയോ മാം? ഓക്കേടാ, അതെ മതി. ഇപ്പൊ ഫാമിലിയുടെ എയിം എന്ന് വെച്ചാൽ സ്കൂൾ ഫാമിലി പാർട്ട്ണർഷിപ്പിന്റെ ഒരു എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നമ്മുടെ സ്കൂളിലെ മെമ്പേഴ്സും അല്ലെങ്കിൽ ഇപ്പൊ ടീച്ചേഴ്സും ഫാമിലി മെമ്പേഴ്സും തമ്മിൽ ക്രിയേറ്റ്, ഇൻക്ലൂഡിങ് ടീച്ചേഴ്സ്, അതേപോലെ തന്നെ ഫാമിലി ഇപ്പൊ പാരന്റ്സും സ്റ്റുഡൻസും തമ്മിൽ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോ ഇതിലെ 3 പേരും ആരെല്ലാം, ഓക്കെ, യൂണിറ്റിന്റെ പേര് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ദ ഫാമിലി ആൻഡ് സ്കൂൾ പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട് മൊഡ്യൂൾ 5 ഫസ്റ്റ് പാർട്ടാണ്, യൂണിറ്റ് 1 ആണ്. ഓക്കെ ഓക്കെ അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. വ്യൂ ഈച്ച് പാർട്ട്നേഴ്സ് ആസ് ഇക്വാലിറ്റി വാല്യുബിൾ കോൺട്രിബ്യൂഷൻ. അവരവരുടെ ഭാഗത്ത്, ടീച്ചേഴ്സിന്റെ ആവട്ടെ ഫാമിലിയുടെ ഭാഗത്ത് അവർക്ക് കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും മാക്സിമം നമ്മൾ അതൊക്കെ ചെയ്യാൻ നോക്കുക, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുക, വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് നോക്കുക. സ്റ്റുഡൻസിന്റെ നീഡ്സും പ്രിഫറൻസും നമ്മൾ കുറച്ചും കൂടി റെസ്പെക്ട് ചെയ്യുക. അതേപോലെ ഒരുപാട് ബാരിയേഴ്സ് ഒക്കെ ഉണ്ടാവും, ഇപ്പൊ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. കാരണം സ്കൂളിന്റെ ഓരോ കാര്യങ്ങളിലും ഫാമിലി ഇൻവോൾവ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് ഫാമിലീസ്, ഓരോ ഫാമിലിയും ഡിഫറെന്റ് ആണ്. സോ അപ്പൊ ഇൻവോൾവ് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് ബാരിയേഴ്സ് ഒക്കെ ഉണ്ടാവും, അതെല്ലാം റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം, എൻഗേജ് ചെയ്യാം. അപ്പൊ ബെറ്റർ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് ലേണിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ഈ ഫാമിലി സ്യൂട്ടബിൾ ഓപ്പർച്യൂണിറ്റി ടു കോൺട്രിബ്യൂട്ട് ടു സ്കൂൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഗവേണൻസ്. നമ്മൾ സ്കൂൾ PTA എന്താ പാരന്റ്സ് ആൻഡ് PTA എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് PTA അസോസിയേഷൻ ആണല്ലോ. അപ്പൊ അവർ തമ്മിൽ ഒരു നല്ലൊരു കോൺട്രിബ്യൂഷൻ, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. കോൺട്രിബ്യൂഷൻ ടു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ, നല്ലൊരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഫോർ പ്രിൻസിപ്പൽസ് ആൻഡ് ടീച്ചേഴ്സ്, ഒരു നല്ല പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ജോബായിട്ട് ടീച്ചേഴ്സും പ്രിൻസിപ്പൽസ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് സ്കൂളിന്റെ അകത്ത് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും ഫാമിലി ആയിട്ട്. ഓക്കെ, എന്തെല്ലാം കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ 2-3 കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പും ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചത്. എന്തൊക്കെ പ്രോഗ്രാംസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും ഫാമിലിയും അതേപോലെ സ്കൂൾ പാർട്ണർഷിപ്പും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ. അവയർനെസ് പ്രോഗ്രാം, അതേപോലെ മിക്ക ഡേയ്സും പാരന്റ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ ആവട്ടെ, അതേപോലെ സ്കൂളില് ആനുവൽ ഡേ, ഞാൻ പറയില്ല ആനുവൽ ഡേ, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഞാൻ അടുത്തൊരു സ്കൂളിൽ ആനുവൽ ഡേ. അപ്പം നോക്കിയപ്പോ എല്ലാവരും പാരന്റ്സ് എല്ലാവരും സെയിം യൂണിഫോം ആണ്. കമ്പൽസറി ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടതാണ്. അപ്പൊ എല്ലാവരും സെയിം യൂണിഫോം, പാരന്റ്സ് എല്ലാവരും ഫോട്ടോ സ്റ്റാറ്റസ് എത്തിക്കാം. ഞാൻ നോക്കിയപ്പോ എന്റെ കൂടെ എന്റെ ഫ്രണ്ടിന്റെ മോൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കാണുന്ന എല്ലാ ടീച്ചേഴ്സും, എല്ലാ കുട്ടികളും, എല്ലാ കുട്ടികളുടെയും അമ്മമാരും ടീച്ചേഴ്സും സെയിം യൂണിഫോം ആക്കിയിട്ടിരിക്കുന്നത്. അവരെല്ലാത്തിനും ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് എത്തിക്കും. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഫ്ലവേഴ്സ് ഡേ, കളേഴ്സ് ഡേ, ആനുവൽ ഡേ, ഗ്രാൻഡ് പാരന്റ്സ് ഡേ, നല്ല കാര്യമാണ്. ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആരാ പറഞ്ഞത്? സുജാത മോനെ, നല്ലൊരു കാര്യമാണ് ഗ്രാൻഡ് പാരന്റ്സ് ഡേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഇതായിട്ട് തോന്നി. കാരണം നമ്മള് എന്താ പറയാ, പാരന്റ്സ് എപ്പോഴും പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഗ്രാൻഡ് പാരന്റ്സിന് ഒരു ദിവസം നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ കുട്ടികളുടെയും ആഗ്രഹമായിരിക്കില്ലേ നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സ് വന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത്. ഇതാണ് എന്റെ അച്ഛൻ, ഇതാണ് എന്റെ അമ്മ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താണെങ്കിൽ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ്. കാരണം കുഞ്ഞു മക്കളല്ലേ, അവർക്ക് ഇപ്പൊ പാരന്റ്സിനേക്കാളും കൂടുതൽ അടുപ്പം ആരോടായിരിക്കും? മിക്കവാറും ഗ്രാൻഡ് പാരന്റ്സിനോടായിരിക്കും. സോ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കണ്ടക്ട് ചെയ്യാണ്. അവർക്ക് അതേ ഏജിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനൊക്കെ അവർക്ക് അവസരം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ആശയമാണ്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, അതേപോലെ ഒരുപാട് ഡേയ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, മദേഴ്സ് ഡേ മദേഴ്സ് ഡേ കണ്ടക്ട് ചെയ്യാം. അപ്പൊ മദേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാവരെയും അമ്മമാരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം. ഫാദേഴ്സ് ഡേ ആണെങ്കിൽ ഫാദേഴ്സിന് എല്ലാവരുടെയും ഫാദേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം നടത്താം. ഫാദേഴ്സും കുട്ടികളും തമ്മിലുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഫാമിലിയും
സ്കൂളും നല്ല രീതിയിൽ പാർട്ട്ണർഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മള് ടീച്ചേഴ്സിന് പാരന്റ്സ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ പാരന്റ്സിന് ടീച്ചേഴ്സ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കുട്ടികളുടെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാം. ഓക്കെ, ഡെവലപ്പിംഗ് ഫാമിലി എന്ന് പറയുന്ന പാരഗ്രാഫ് ആരാ വായിക്കുന്നേ? ആരാണ്ട് പാരഗ്രാഫ്? ഓക്കെ, സ്മിത വായിച്ചോടാ. Developing family. School partnership may not always be easy. It requires promise and time. Because of pressure and circumstances, many families will need special arrangements or extra support to enable them to become actively involved in their children's school life and to help their children get the most from school. The result of this effort will be significant. Families that understand the education system and the difficulties schools face are beneficial source of support, which schools cannot afford to underestimate. Schools that engage families in their children's learning are tapping into a rich source of information and competence and can help build communities. അപ്പോ നമ്മൾ പറയുന്നത് ഫാമിലീസ് അതേപോലെ തന്നെ സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. കാരണം നമുക്കറിയാം ഫാമിലിയിലെ മെമ്പേഴ്സ് പല ടൈമിലായിരിക്കും, പലരും പല വർക്കായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഒരു പ്രോമിസും വേണം, അതേപോലെ ടൈമും വേണം. സോ നമുക്ക് പ്രഷർ ഉണ്ടാവും, ഒരുപാട് സർക്കംസ്റ്റാൻസസ്, നമുക്ക് വന്നെത്താനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മിക്ക ഫാമിലീസും ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ വർക്കിംഗ് ഡേയിലൊന്നും ചില പാരന്റ്സിനൊന്നും എത്തണമെന്നില്ല. സോ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് സാറ്റർഡേസോ അങ്ങനെ എന്തെങ്കിലും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ മിക്കവർക്കും വരാനൊക്കെ പറ്റും. മെനി ഫാമിലി വിൽ നീഡ് സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഓർ എക്സ്ട്രാ സപ്പോർട്ട് ഒക്കെ വേണം. ചിലവർക്ക് എല്ലാവരും വരുന്ന കറക്റ്റ് ടൈമിൽ ചിലപ്പോൾ വരാൻ പറ്റണമെന്നില്ല. ടു എനേബിൾ ദം ടു ബിക്കം ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദർ ചിൽഡ്രൻസ് സ്കൂൾ ലൈഫ്. ഒരു കുട്ടികളുടെ സ്കൂൾ ലൈഫില് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആക്റ്റീവ് ആയിട്ട് ഇൻവോൾവ്മെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചില പാരന്റ്സ് നമ്മൾ എക്സ്ട്രാ സപ്പോർട്ട്, നമ്മൾ ടീച്ചേഴ്സ് ആയിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. ചിലപ്പോ ലേറ്റ് ആയിട്ട്, ചിലപ്പോ ഈവനിങ് കുട്ടികൾ പോണ സമയത്തായിരിക്കും ആ പാരന്റ് വരുന്നത്. സോ നമ്മൾ അവരോട് നല്ല രീതിയിൽ എന്താ പറയാ, സാധാരണ ആ ടൈം വെച്ചപ്പോ വന്നില്ല, നിങ്ങൾ എന്താ വരാതെന്ന് പറഞ്ഞ് നമ്മൾ മുഖം തിരിച്ചല്ല പോകേണ്ടത്. മോന്റെ കാര്യങ്ങളൊക്കെ പറയാ, അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇന്നതൊക്കെയാണ് സ്റ്റോറി, ഇന്ന പോലെയാണ് അവൻ, ഇന്ന കാര്യങ്ങൾ അവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം അവർ പറഞ്ഞു കൊടുത്ത് ശീലിപ്പിക്കാനായിട്ട് ശീലിപ്പിക്കാം, പറഞ്ഞു കൊടുക്കാം. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇതാണ്. ചില ഫാമിലീസ് മാത്രമാണ് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ആൻഡ് ഹെൽപ്പ് ദർ ചിൽഡ്രൻസ് ഗെറ്റ് ദ മോസ്റ്റ് ഫ്രം സ്കൂൾ. കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് എന്താണോ കിട്ടുക എന്ന് ഫാമിലി എക്സ്പെക്ട് ചെയ്യുന്നത്, നല്ല ഗുഡ് മാനേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതെല്ലാം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. ഇനി ഈ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോളാണ്. ഫാമിലി ദാറ്റ് അണ്ടർസ്റ്റാൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ ഫാമിലി എന്ത് ചെയ്യും, നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. കാരണം ബെനിഫിഷ്യൽ സോഴ്സ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ, അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അത് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാം. School that engage family in their children's learning and tapping to rich source of information. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് സ്കൂൾ എന്ന് പറയുന്നത്. മാക്സിമം കുട്ടികൾ സ്കൂളിൽ നിന്ന് എന്താണ് ഏൺ ചെയ്യാൻ പറ്റുന്നത് അത്രയും കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് അവർ ഏൺ ചെയ്യട്ടെ എന്ന് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുക, ടൈം കൊടുക്കുക. കുട്ടികൾ അവിടെ നിന്ന് തന്നെ കൂടുതൽ ഇൻഫർമേഷൻസ് ലേൺ ചെയ്യാനായിട്ട് ഒരു അവസരം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും പോർഷൻ ഞാൻ എടുത്ത പോർഷൻ ഏതായിരുന്നു, ഫാമിലി ആൻഡ് സ്കൂൾ പാർട്ണർഷിപ്പ്. ഇത്രയും പോർഷൻ ഒന്ന് എല്ലാവരും റീഡ് ചെയ്തേ. ഒരു 5 minutes തരാം കേട്ടോ, ഒന്ന് റീഡ് ചെയ്യ എല്ലാവരും.
വായിച്ചു നോക്കിയോ? എല്ലാരും വായിച്ചു നോക്കി? മനസ്സിലായോ? എന്തിനാണ് നമ്മൾ ഫാമിലിയും അതേപോലെ തന്നെ സ്കൂൾ പാർട്ണർഷിപ്പ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്? നമ്മൾ പറയില്ലേ, നമ്മൾ സ്കൂളിലേക്ക് വിട്ടാൽ മാത്രം പോരാ, കുട്ടികൾക്ക് ഓരോ കാര്യത്തിലും നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം എന്ന് എപ്പോഴും പറയാറില്ലേ? അതെന്തുകൊണ്ടാ? നമ്മളും സ്കൂളും ഓരോ പോലെ നിന്നാൽ മാത്രമേ, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗൈഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഈ ഒരു പോർഷൻ ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തൊരു പോർഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫാമിലി ആൻഡ് സ്കൂൾ പാർട്ണർഷിപ്പ്. ആരും റെഡിയല്ല? മിസ് എന്റെ കയ്യിൽ പ്രിന്റ് ഇല്ല മിസ്. അത് ഞാൻ ബൈൻഡ് ചെയ്ത് ഇതെടുത്തതില് 2 ചാപ്റ്റർ മിസ്സിംഗ് ആ. ഞാൻ മൊത്തത്തിൽ പ്രിന്റ് എടുക്കുന്നത്, അതാ ഞാൻ ഒന്നും മിണ്ടായിരിക്കുന്നത്. ഓക്കേടാ. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല? എന്താണ് ഇത്രയും ഭാഗത്ത് എന്താ പറയണത് ടോട്ടൽ ചെയ്ത് പറഞ്ഞാ പോലെ? മതി മതി. ഇതില് പറയണ എന്താ വെച്ചാല് ഫാമിലി ഒരു സ്കൂളും ഉള്ള എന്താണ് ബോണ്ടിങ് എങ്ങനെ വേണം, അതാണ് ഇതിൽ പറയുന്നത്. അപ്പോ ഫാമിലി എങ്ങനെ സപ്പോർട്ട് ചെയ്യണത്, നമ്മൾ ഒരു സ്കൂൾ എങ്ങനെയാണ് കുട്ടികൾ സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഫാമിലിയും സപ്പോർട്ട് ചെയ്യണം. അതിന് നമ്മൾ ടീച്ചേഴ്സും പേരൻസും തമ്മിലൊരു ബോണ്ട് ആദ്യം വേണം. എല്ലാ കാര്യങ്ങളും ഈ നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കുന്ന സ്കൂളത്തെ ടീച്ചേഴ്സ് പേരൻസിനായിട്ടൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പേരൻസുമായി ഷെയർ ചെയ്യുക. ഇനി സ്കൂളത്തെ പ്രോഗ്രാംസിൽ വരുമ്പോഴും എല്ലാ പേരൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഈ പേരൻസിനുള്ള മടി മാറ്റിയെടുക്കുക. ആദ്യം നമ്മളെല്ലാ ആക്ടിവിറ്റീസിലും ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ പാരന്റ്സ് ഒക്കെ ബാക്കോട്ട് നിൽക്കുന്ന പാരന്റ്സ് ഉണ്ടാവും, കുറെ ആൾക്കാർ ഒന്നുക്കും മുന്നോട്ട് നിൽക്കാതെ അവർക്കൊന്നും അറിയാത്ത ടൈപ്പുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് വേണം ഓരോ മുന്നോട്ട് കൊണ്ടുവരാന്. എന്നാലേ ഓരോ ആക്റ്റീവ് ആക്കിയാലേ ഓരോ വഴി നമ്മൾ കുട്ടികളും ആക്റ്റീവ് ആവും. കാരണം കുട്ടികൾ ഫസ്റ്റ് എഡ്യൂക്കേഷൻ പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ പാരന്റ്സ് തന്നെ ആക്റ്റീവ് ആവണം. അങ്ങനെ ആക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് പാരന്റ്സിനും ആക്റ്റീവ് ആവാൻ നോക്കണം. കാരണം സ്കൂളിൽ ഇപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഓലും കൂടി ഉൾപ്പെടുത്തി മക്കളെയും പാരന്റ്സിനും കൂടി ഒപ്പം ചെയ്യുമ്പോൾ കുട്ടികളും കുറച്ച് കോൺഫിഡൻസ് ആയിക്കാരം. കാരണം നമ്മളെ പാരന്റ്സിന്റെ മുമ്പിൽ കുട്ടികൾ ആക്റ്റീവ് ആവും, നമ്മൾ സ്കൂളിനെക്കാട്ടിലും ആക്റ്റീവ് ആയിക്കാരം വീട്ടില്. അപ്പൊ പാരന്റ്സും കൂടി ഒപ്പം ഉണ്ടാവുമ്പോൾ കുട്ടികളും കുറച്ചും കൂടി ആക്റ്റീവ് ആവും, ഓരോ ഹാപ്പി ആയിക്കാരം. അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതിൽ പറയണത് എന്താ വെച്ചാല് എങ്ങനെയാണ് ഒരു ഫാമിലിയും ഒരു ടീച്ചേഴ്സും തമ്മിൽ ബോണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ആ ഇമ്പോർട്ടൻസ് എങ്ങനെ എഡ്യൂക്കേഷനിൽ എഫക്ട് ചെയ്യണത് എന്നാണ് ഈ ചാപ്റ്ററിൽ പൊതുവെ നമ്മളെ കൺവിൻസ് ചെയ്യുന്നത്. ഓക്കേടാ സന, നന്നായിരുന്നു പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഷ്യൂസ് ആണ്. നമ്മൾ പറഞ്ഞൂലേ കുറച്ച് ബാരിയേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ഇല്ലേ? കുറച്ച് ബാരിയേഴ്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ആരാ റീഡ് ചെയ്യുന്നേ? ഇഷ്യൂസ് ആൻഡ് ആ ഫസ്റ്റ് പോയിന്റ് ആരാ റീഡ് ചെയ്യുന്നേ? മാം ഞാൻ റീഡ് ചെയ്യാം. ഓക്കെ ദിവ്യ പറഞ്ഞോടാ. മാം ഇഷ്യൂസ് മുതലല്ലേ? അതെ അതെ. There are a number of compelling reasons to encourage and strengthen parent and community involvement and partnerships in education. This includes number 1, improving student performance and creating more effective education programs. A large body of research demonstrates that children's attitudes towards school
Their achievement, attendance, motivation, self-concept, and behaviors are directly affected by their parents and families' attitude towards learning and involvement in their learning is the key conclusive of success. Involving families and community members in Determining. determining preferences and in developing delivering programs strengthens and enriches the learning programs and contributes to applicability of students learning experience. All students learning is enhanced when it is linked to real life experience through involvement in the community, work experience, mentoring, and business. School partnership provides students with the practical and relevant learning opportunities they need as they make for adult life. Number Okay. നമ്പർ 1 ഫസ്റ്റ് പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലീസും അതേപോലെ പാരന്റ്സും അതേപോലെ ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് എഡ്യൂക്കേഷനും ഉള്ളത് വളരെ ഒരു എൻകറേജിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ സപ്പോർട്ടിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഫാമിലിയും അതേപോലെ തന്നെ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇംപ്രൂവ് സ്റ്റുഡന്റ് പെർഫോമിംഗ് ആൻഡ് ക്രിയേറ്റ് മോർ എഫക്റ്റീവ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് കുട്ടികള് ഓരോ കാര്യങ്ങള് എന്താ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ടുവേഴ്സ് സ്കൂൾ ആൻഡ് ദർ അച്ചീവ്മെന്റ്, അറ്റൻഡൻസ്, മോട്ടിവേഷൻ, സെൽഫ് കൺസെപ്റ്റ്, ഇതെല്ലാം ശരിക്കും റിലേറ്റിംഗ് ടു ആരുടെ ആറ്റിറ്റ്യൂഡ് ആരായിട്ട് അഫക്ട് ചെയ്യുന്നത്, ആരുടെ ബിഹേവിയർ ആയിട്ടായിരിക്കും കൂടുതൽ ഡിപെൻഡ് ചെയ്യുന്നത്, പാരന്റ്സ് ആൻഡ് ഫാമിലി ആറ്റിറ്റ്യൂഡ് ആയിട്ടാണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നല്ലൊരു ലേണിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എന്ത് ചെയ്യാൻ നോക്കുക, ബിൽഡ് ചെയ്യാൻ നോക്കുക. കാരണം ചില പാരന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോയാലും പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു മൈൻഡ് ആണെങ്കിൽ ആ കുട്ടികൾക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, പഠിക്കാൻ പോകണം എന്നുള്ള താല്പര്യം ഉണ്ടല്ല. പക്ഷെ ഇന്നത്തെ മിക്ക പാരന്റ്സും അവർക്ക് എല്ലാവർക്കും അറിയാം എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മിക്ക പാരന്റ്സിന് അറിയണോണ്ട് തന്നെ അവരെല്ലാവരും കൂടുതൽ ടൈം കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവരെ സ്പെൻഡ് ചെയ്യാറുണ്ട്. സോ ഫാമിലീസും അവരുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും കൂടുതൽ പ്രിഫറൻസ് എന്തിനു കൊടുക്കാം, കുട്ടികളുടെ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റും അതേപോലെ എന്തൊക്കെ ഡെലിവറിംഗ് പ്രോഗ്രാം സ്ട്രെങ്തനിങ്, എൻറിച്ച് ദ ലേണിംഗ് പ്രോഗ്രാംസ്, കുട്ടികൾ ലേണിംഗ് പ്രോഗ്രാംസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് വേണ്ടത്. സോ കുട്ടികൾക്ക് റിയൽ ലൈഫ് ആയിട്ടൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. റിയൽ ലൈഫ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാണ് പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെയാണ് ഓരോ കാര്യം. ഇപ്പൊ നിങ്ങൾ മിക്കവരും പ്രാക്ടിക്കൽ ഏരിയ കഴിഞ്ഞു വന്നവരുണ്ടാവും. MP1ലെയും അതേപോലെ തന്നെ 3ലെയും സ്റ്റുഡൻസിനൊക്കെ പ്രാക്ടിക്കൽ ഏരിയ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അറിയാം എങ്ങനെയാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എങ്ങനെയാണ് കുട്ടികളെ പരിചയപ്പെടുത്തേണ്ടത്, അവർക്ക് എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഓരോ കാര്യങ്ങൾ ചെയ്ത് ശീലിപ്പിക്കുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് ശീലിപ്പിച്ച് മിക്ക കുട്ടികളുടെ വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ ചെയ്ത് ശീലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് നമുക്ക് എന്തായാലും കിട്ടും. കാരണം ഈ കുട്ടികൾക്ക് ഇങ്ങനെ പ്രാക്ടിക്കൽ ഏരിയാസ് ഒക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ നല്ലൊരു ബെറ്റർ അഡൾട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമുക്ക് നല്ലൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സ്കൂളും അതേപോലെ തന്നെ ആരും സപ്പോർട്ട് ചെയ്യണം, ഫാമിലിയും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നല്ലൊരു ജനറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ആരാ റീഡ് ചെയ്യുന്നേ? ഓക്കെ, സിയ അല്ലെ. അടുത്തത് അമ്പിളി പറയാം കേട്ടോ. Second one, fostering shared responsibility for the education and well-being of children. Ensuring a high quality of education and life success for children and young people is the shared responsibility of families, schools, and communities. For children to succeed academically and become
contributing adults, they need an executive and coordinate range of support that can only be provided by the family, school, and the community working together interdependently. Growing numbers of students face barriers to learning caused by poverty, family imbalance, child abuse, and neglect. These barriers place them at risk, compromising their opportunities for success in school and in life. For some children, there is a commitment and support of families, educators, communities, and social and human service agencies. ഹ്യൂമൻ സർവീസ് ഏജൻസിയിൽ ജി വന്നിരിക്കുന്നത് ഇവിടെ മാത്രമുള്ളത് പ്രശ്നം. ജി വെട്ടിക്കളയണ്ട, അതൊന്ന് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. എനിക്ക് ഒരുപാട് ഇതെടുത്തപ്പോ എനിക്ക് കുറെ മിസ്റ്റേക്ക് എനിക്ക് തോന്നി. കാരണം നമ്മുടെ എന്താ പറയാ ഡിപ്ലോമനേക്കാളും കൂടുതൽ മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നു പി ജിയിൽ ഉണ്ടെന്ന്. കുഴപ്പമില്ല, നമുക്ക് ഓരോ ക്ലാസ്സിലും അത് എഡിറ്റ് ചെയ്ത് പോകാം. ഇതെനിക്ക് തോന്നുന്നു നമുക്ക് ബുക്ക് ടൈപ്പ് ചെയ്തതിന്റെ ചെറിയ മിസ്റ്റേക്കുകളാണ്. ഓക്കെ, നല്ലൊരു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനും നല്ലൊരു ലൈഫ് സക്സസും കുട്ടികളിൽ കൊടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ കുട്ടികളിലും എൻക്രീപ്മെന്റ്സും നല്ലൊരു ലൈഫ് പ്രൊവൈഡ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അവൻ വളർന്നു വരുന്ന ഫാമിലി, അവന്റെ സ്കൂള്, അവന്റെ കമ്മ്യൂണിറ്റി. ഓരോ കുട്ടിയുടെയും അക്കാഡമിക് സക്സസിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇവർ 3 പേരും തന്നെയാണ്: ഫാമിലി, സ്കൂൾ, കമ്മ്യൂണിറ്റി. ഇവർ 3 പേര് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ, ടുഗദർ ഇൻഡിപെൻഡന്റ്ലി വർക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു ഗ്രോയിങ്, നല്ലൊരു കുട്ടികൾ, നല്ലൊരു ഭാവി തലമുറയിൽ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഇന്ന് നമ്മളുടെ ഈ ഒരു പേജിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ഒരുപാട് പ്രശ്നങ്ങൾ. ഗ്രോയിങ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫേസ് ബാരിയേഴ്സ് ടു ലേണിംഗ്. ഒരുപാട് ബാരിയേഴ്സ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്, കുട്ടികളും ഫേസ് ചെയ്യുന്നുണ്ട്, ഫാമിലീസും ഫേസ് ചെയ്യുന്നുണ്ട്. ചിലതാണെങ്കിൽ പോവർട്ടി ആയിരിക്കും, അവർക്ക് അത്രയും നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഫാമിലീസ് ഉണ്ട്, ഫാമിലി ഇംബാലൻസുകളുണ്ട്. പിന്നെ വരുന്നൊരു പ്രശ്നമാണ് ചൈൽഡ് അബ്യൂസ് ആൻഡ് നെഗ്ലെക്ട്സ്. കുട്ടികളെ അബ്യൂസ് ചെയ്യുക, നെഗ്ലെക്ട് ചെയ്യുക, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ലേണിങ്ങിന് ഒരു ബാരിയർ ആയിട്ട്, ഒരു തടസ്സമായിട്ട് തന്നെയാണ് കാണുന്നത്. ദീസ് ബാരിയേഴ്സ് പ്ലേസ് ദം അറ്റ് റിസ്ക്. ഈ ബാരിയേഴ്സ് കുട്ടികളെ റിസ്കിലേക്കാണ് കൊണ്ടുവരുന്നത്. കോംപ്രമൈസിംഗ് ദെയർ ഓപ്പർച്യൂണിറ്റി ഫോർ സക്സസ് ഇൻ സ്കൂൾ ആൻഡ് ഇൻ ദെയർ ലൈഫ്. അവരുടെ സ്കൂളിൽ സക്സസ് ആവാനോ പഠിക്കാനൊന്നും പറ്റില്ല. നമ്മളൊന്നും ആലോചിച്ച് നോക്കിയേ, ആ ഒരു കുട്ടി ചൈൽഡ് അബ്യൂസ് നേരിട്ടൊരു കുട്ടിയാണെങ്കിൽ റിയലോട് പറയാണ്, അങ്ങനെ ഒരു കുട്ടീനെയാണ് നമുക്ക് കിട്ടണമെങ്കിൽ പഴയ ഒരു ക്യാരക്ടറിലേക്ക് ആ ഒരു കുട്ടീനെ മാറ്റിയെടുക്കാന്ന് വെച്ചാൽ വളരെ ടാസ്ക് ആയിട്ട്, ഒരു ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കേണ്ട ഒരു പ്രശ്നമാണ്. കാരണം മുമ്പ് ആ കുട്ടി എങ്ങനെയായിരുന്നു അതേപോലെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്. കാരണം അവള് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവള് ചൈൽഡ് അബ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സെക്ഷലി അബ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് സക്സീഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് എപ്പോഴും ആളുടെ മനസ്സിൽ ആ ഒരു ഇൻസിഡന്റ് ആയിരിക്കും. അവളെ ആര് ടച്ച് ചെയ്താലും അവർക്ക് ഒരു ബാഡ് ടച്ച് ഫീൽ ആയിരിക്കും തോന്നുന്നത്. സോ അങ്ങനെ ഒരു പ്രശ്നം അവളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് ബാരിയേഴ്സ് ഇന്ന് കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. ചിലത് പോവർട്ടി ആവാം, ചിലത് ഫാമിലി ബാലൻസ്, അവർക്ക് ആ ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ്ലി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും, ചിലത് ഫാമിലി അബ്യൂസ് ചൈൽഡ് അബ്യൂസ് ആയിരിക്കാം. സോ ഇതേപോലത്തെ ബാരിയേഴ്സ് വരുമ്പോൾ നമുക്ക് റിസ്ക് കൂടുതലാണ്. കുട്ടിക്ക് സ്കൂളിൽ സക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈഫിൽ സക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം മാറ്റി നല്ലൊരു സപ്പോർട്ട് ഫാമിലിയുടെ ഭാഗത്തു നിന്നും, അതേപോലെ എഡ്യൂക്കേറ്റേഴ്സ്, ടീച്ചേഴ്സിന്റെ, കമ്മ്യൂണിറ്റി സർവീസ്, അതേപോലെ കമ്മ്യൂണിറ്റി സർവീസ് പ്രൊവൈഡേഴ്സ് ഒക്കെ ഉണ്ട്, ഹ്യൂമൻ സർവീസ് ഏജൻസീസ്, അതേപോലെ ചൈൽഡ് വെൽഫെയർ ഓർഗനൈസേഷൻ മെമ്പേഴ്സ്, ഇവരെല്ലാവരും നല്ല രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതേപോലത്തെ കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു ഭാവി തലമുറ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഈ ബാരിയേഴ്സ് ഒക്കെ നമ്മൾ കുട്ടികളെ അഫക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. പോവർട്ടി, അതേപോലെ ഫാമിലി ബാലൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം, നമുക്ക് ആ ഒരു കാര്യം പറ്റി, നമുക്ക് ഫാമിലി ആയിട്ട് അത് ഫിനാൻഷ്യലി അത് ബേർഡൻ ആണ്. ചൈൽഡ് അബ്യൂസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം. ക്രിയേറ്റ് എൻഹാൻസ്ഡ് ഓപ്പർച്യൂണിറ്റി ഫോർ പാരന്റ്സ്, ഒറിജിനൽ പീപ്പിൾസ് ആൻഡ് അതർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എഡ്യൂക്കേഷൻ. ആ ഒരു പോയിന്റ് അമ്പിളി വായിക്കാം കേട്ടോ. അമ്പിളി സജീവ്. Okay, ma'am. The third one, created enhanced opportunities for parents, aboriginal
pupils, and other community members to participate in education. Parents, Aboriginal organization and community groups are asking for a more direct voice in education planning and for more ആണോ മിസ്സേ മോറാണത് മിസ്റ്റേക്ക് ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, മോറാണത്. For more availability, family, school, and community are key elements in the educational process, and all three parts of the system must work together for the educational process to be successful. Some recognized school divisions are looking for ways to enhance parents and community partnership in the new larger school to be involved in their children's day-to-day experiences at school. ഓക്കെ, അപ്പോ നമ്മള് എന്താണ് കൂടുതലായിട്ട് ചെയ്യുന്നത്? കൂടുതലായിട്ട് ഡയറക്റ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ ഫാമിലി ആയിട്ടൊരു ഡയറക്റ്റ് ആയിട്ടൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഫാമിലി, സ്കൂള്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന 3 കീ എലമെന്റ്സ് ആണ് ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കീ എലമെന്റ്സ് ആണ് ഏതെല്ലാം? ഫാമിലി, സ്കൂള്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, പാർട്ട് ഓഫ് ദി സിസ്റ്റം മസ്റ്റ് വർക്ക് ടുഗദർ. നമ്മുടെ ഈ എഡ്യൂക്കേഷൻ പ്രോസസ് സക്സസ് ആവാൻ വേണ്ടി ഈ 3 ഫാക്ടേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. Some recognized school divisions are looking for the way to enhance parent-community partnership. അപ്പോൾ നമ്മൾ പാരന്റ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. New larger school to be involved in their children's day-to-day experience at the school. അപ്പോൾ എല്ലാ കാര്യത്തിലും day-to-day experience ഒറിജിനൽ മീൻസ് എന്താ പറയാ? ഓക്കെ, അപ്പൊ ഒറിജിനൽ മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയാ സ്കൂളുകൾ തന്നെയാ പറയുന്നത് കേട്ടോ. സ്കൂളുകളെന്ന് അവരോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓർഗനൈസേഷൻ പറയുന്നത് ഒറിജിനൽ ഓർഗനൈസേഷൻ എന്നാ പറയുന്നത്. അപ്പൊ സ്കൂളുകൾ എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത് കേട്ടോ. പുതിയൊരു വേർഡ് എടുത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ ഒറിജിനൽ. സം റെക്കഗ്നൈസ്ഡ് സ്കൂൾ ഡിവിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളുടെ പാരന്റ്സ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചിൽഡ്രൻസിന്റെ ഡേ ടു ഡേ എക്സ്പീരിയൻസ് എങ്ങനെയാവാം, അല്ലെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആര് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആര് സ്കൂള് കൂടുതലായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു മീനിങ് അബോറിജിനൽ ഓർഗനൈസേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്കൂളാണ് കേട്ടോ. നിങ്ങള് സെർച്ച് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും മീനിങ് ആയിരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് തുടക്കം മുതലേ അവരുടെ കൂടെയുള്ള ഒരു ഓർഗനൈസേഷൻ. കുട്ടികളുടെ ഡെവലപ്മെന്റിൽ ഫാമിലി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ, അല്ലെങ്കിൽ തുടക്കം മുതൽ അവരുടെ കൂടെ ഫാമിലി അല്ലാതെ മറ്റൊരു ഓർഗനൈസേഷൻ അവരുടെ കൂടെ ഇല്ലെങ്കിൽ അത് ആരാണ്? അത് സ്കൂളുകളാണ്. ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സ്കൂളുകളാണ്. ഓക്കെ, അതാണ് ഇവിടെ ഒറിജിനൽ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത് സ്കൂൾ എന്നാണ്. ഓക്കെ അല്ലേ? ആ ഒരു മീനിങ് അതാണ്. നമ്മൾ സെർച്ച് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ മറ്റു മീനിങ്ങുകളോ വന്നത് അതല്ല അനാപ്റ്റ് ആയിട്ടുള്ളത് സ്കൂളാണ്. സ്ട്രെങ്തനിങ് പബ്ലിക് കോൺഫിഡൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതാരാ പറയുന്നേ, വായിക്കുന്നേ? ഓക്കെ, വായിച്ചാണ്. Strengthening public confidence and accountability. Education system enjoying strong public support to her and keep keep trust. The education system is committed to being accountable for its quality of education. When people have input the education into education issues, understand and accountable increase. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ആക്കിക്കോ ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രോങ് പബ്ലിക് സപ്പോർട്ടാണ്. നമുക്കറിയാം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രമായിരിക്കും ഓപ്പോസിറ്റ്സ് കുറവുള്ളത്. കാരണം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ മറ്റ് നമ്മളിപ്പോ എന്താ പറയാ ഓപ്പോസിറ്റ്സ് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആർക്കായിരിക്കും? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. കാരണം നല്ല ഒരു ഭാവി തലമുറയുടെ വാർത്തെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? നമ്മളെ പോലത്തെ ഉള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ടു അവർ ആൻഡ് കീപ് ദ ട്രസ്റ്റ്. നമ്മളുടെ അടുത്താണ് അവർ കൂടുതലായിട്ട് ട്രസ്റ്റ് ചെയ്യണേ.
വിശ്വസിച്ചാണ് നമ്മുടെ ഓരോ കുട്ടികളെയും വിടുന്നത്. The education system is committed to be accountable for the quality education. നമ്മളുടെ ഭാഗത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് നമ്മൾ പ്രതീക്ഷിച്ച് നമ്മളുടെ അടുത്തേക്ക് ഏൽപ്പിക്കുന്ന ഓരോ കുട്ടിക്കും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. When people have input into educational issue, understanding and accountability increase. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് എഡ്യൂക്കേഷൻ ഇഷ്യൂസ് ഉണ്ടോന്ന് അത് മനസ്സിലാക്കുക, അതിന് പരിഹാരങ്ങൾ കണ്ടെത്തത് മനസ്സിലാക്കുകയും അവർക്ക് അങ്ങനെ കാര്യങ്ങൾ പരിഹരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം അക്കൗണ്ടബിലിറ്റിയും കൂടി എന്ത് ചെയ്യാണ് കൂടാണ് ഇവിടെ ചെയ്യുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തെല്ലാം ഇഷ്യൂസ് ആണ് സാധാരണ എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ പാർട്ണർഷിപ്പിൽ ഫേസ് ചെയ്യുന്നത്. ഫസ്റ്റ് പറഞ്ഞത് ഇംപ്രൂവിംഗ് സ്റ്റുഡന്റ് പെർഫോമൻസ് ആൻഡ് ക്രിയേറ്റിംഗ് മോർ എഫക്റ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. Fostering the shared responsibility for education and well-being of children. കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ വെൽബീയിങ്ങും നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. അതേപോലെ ക്രിയേറ്റ് എൻഹാൻസ് ഓപ്പർച്യൂണിറ്റി ഫോർ പാരന്റ്സ് സ്കൂൾ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ എങ്ങനെയാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് വിചാരിക്കും നിങ്ങൾ. അപ്പോ നമ്മൾ എന്താ പറയാ, നമ്മളൊരു സെഷൻ നല്ല അത്യാവശ്യം എന്താ പറയാ സോഷ്യൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിനെ കൊണ്ട് ഒരു സെഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി വർക്കേഴ്സിന് നമ്മുടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനും സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ. ദെൻ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു പബ്ലിക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഒരു നല്ല ഉത്തരവാദിത്വം നമ്മൾ കാഴ്ചവെക്കുകയും വേണം. ഇത്രയുമാണ് നമ്മളിപ്പോ പാരന്റ്സ് ആൻഡ് സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. ഇത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അഡ്വാൻറ്റേജ് ഓഫ് പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് ഇൻ എഡ്യൂക്കേഷൻ ഡിസ്കസ് ചെയ്യും. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് നോക്കാം. നമുക്കറിയാം ഡിപ്ലോമ പോലെയുള്ള പി ജി ടഫാണ്, വായിച്ച് കുറച്ച് മനസ്സിലാക്കണം. ഇന്നെടുത്ത പോർഷൻ നല്ല രീതിയിൽ വായിക്കാം. ഈ PDF ഫുൾ കറക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല, കാരണം ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഒത്തിരി ഉണ്ട്. മാക്സിമം എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, മിക്കതും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചില സ്പെല്ലിംഗ് ആഡ് ആയിട്ട് വന്നത് കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയേണ്ടത്. ഇവിടെ D ആണ് വന്നിരിക്കുന്നത്, G പകരം D ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ മിസ്റ്റേക്ക് കാണുമ്പോൾ നിങ്ങൾ തന്നെ തിരുത്തി പോകാനായിട്ട് മാക്സിമം നോക്കാം. അപ്പോ നെക്സ്റ്റ് ക്ലാസ് മുതൽ സൈൻ ഔട്ട് പ്രയർ ഒക്കെ പ്രിപ്പയർ ചെയ്ത് സാധാരണ നമ്മൾ നോർമൽ ക്ലാസ് എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെ പോകാനായിട്ട് നോക്കണം. അപ്പൊ താങ്ക് യു. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു. Thank you, ma'am. Okay, thank you, ma'am. Thank you, ma'am. Thank you, ma'am. Have a nice day. Thank you, ma'am. Thank you.